ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം. ശ്ലോകം 5. അങ്കുങ്കും നാടിയോടും ദിനമണിമതിയും പോയണഞ്ഞിടുമപ്പോൾ തങ്കക്കോയിക്കലുള്ളിൽ തരമണി വിളക്കും കൊളുത്തിക്കരേറ്റി നങ്കും മങ്കും നടിച്ചും നടന വിടുവതിനായെഴുന്നള്ളിവായി അംഗം വെട്ടുന്ന വേടപ്പരിശയ നിരവേ ചുട്ടുനീർധൂളിയാക്കാം. അങ്കുങ്കും അങ്ങുമിങ്ങും നാടിയോടും ആഗ്രഹത്തോടെ അന്വേഷിച്ചലയുന്ന വെറി പൂണ്ടഴലുന്ന ദിനമണി സൂര്യൻ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. മതി ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകം. ബുദ്ധി നിശ്ചയ സ്വഭാവവും മനസ്സ് സങ്കല്പ വികൽപ്പ സ്വഭാവവും ആണ്. പോയണഞ്ഞിടുമപ്പോൾ പോയി മറയുമ്പോൾ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവർത്തനം വിരതമാവുമ്പോൾ തങ്കക്കോയിക്കലുള്ളിൽ പൊന്നമ്പലത്തിലെ ശ്രീകോവിലിൽ നേരത്തെ പറഞ്ഞ അരമനയാകുന്ന സഹസ്രാരപത്മത്തിൽ തരളമണിവിളക്ക്, ചഞ്ചലമായ രത്നദീപം സവികൽപ്പ സമാധിയെ സൂചിപ്പിക്കുന്നു. യോഗാനുഷ്ഠാനവേളയിൽ യോഗിക്ക് ചില അസാധാരണ വെളിച്ചങ്ങൾ ദൃശ്യമാവുമെന്ന് പറയുന്നു. നങ്കും മങ്കും നല്ലതും തീയതും നടനമിടുവതിന്നെ ആടുന്നതിന്നെ എഴുന്നള്ളിവാ എഴുന്നള്ളി വന്നാലും അംഗം വെട്ടുന്ന പടപൊരുതുന്ന വേടപ്പരിശ വേടക്കൂട്ടം യോഗസിദ്ധിക്ക് വിഘാതമായി നിൽക്കുന്ന കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ പ്രാകൃതവാസനകളുടെ പ്രതിനിധികളായ ഈ പ്രവണതകളെ കുറിക്കാൻ വേടപ്പരിശ. നിരവേ നിരപ്പേ ആകെ ചുട്ട് ദഹിപ്പിച്ച് നിർധൂളിയാക്കാൻ ചാമ്പലാക്കി കളയാൻ. വിഷയാസക്തി മൂലം ഒന്നിലും ഉറയ്ക്കാതെ അങ്ങോട്ടുമിങ്ങോട്ടും ആർത്തിയോടെ അലഞ്ഞു തിരിയുന്ന മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനം അവസാനിക്കുമ്പോൾ പൊന്നമ്പലത്തിൻ്റെ ഉള്ളിൽ തരളമായ രത്നദീപം കത്തിച്ചു വെച്ച് നല്ലതും ചീത്തയും അഭിനയിച്ചുകൊണ്ട് ആടുവാൻ ഇടവരത്തക്കവണ്ണം എന്നോട് പടപൊരുതുന്ന വേടപ്പരിശയെ ചുട്ട് ചാമ്പലാക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ എഴുന്നള്ളി വരിക. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം